ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാണി ഗുണാലേ ദേവി വാണിമാതേ സരസ്വതി വാണിയിടുകൻ്റെ നാവിന്മേൽ ജ്ഞാനമെന്നിൽ ഉദിക്കുവാൻ സത്യസ്വരൂപിണി ദേവി സർവൈശ്വര്യപ്രദായിനി നീയെന്നും മമ നാവിന്മേൽ നൃത്തമാടി വസിക്കണേ. സരസ്വതി സദാനന്ദേ ബ്രഹ്മപത്നി സുലോചനെ സുന്ദരീ ശുഭതേ നിന്റെ പാദപത്മം തൊഴുന്നു ഞാൻ. ഓം ശാന്തി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമസ്തേ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷാറാണി. വീട് പയ്യോളിയാണ്. പയ്യോളിക്ക് എന്താ പ്രത്യേകത? പയ്യോളിക്ക് എന്താ പ്രത്യേകത? PT ഉഷ. സമാധാനം. ഇതിനിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ചോദിച്ചു പയ്യോളിക്ക് എന്താ പ്രത്യേകത എന്ന്. ഉടനെ പറഞ്ഞു മിക്സ്ചർ. പയ്യോളി മിക്സ്ചർ വളരെ പ്രസിദ്ധമാണത്രേ. അപ്പോഴാണ് ഞാനും മിക്സ്ചറിനെ കുറിച്ച് ബോധവതിയായത്. പയ്യോളി മിക്സ്ചർ, പയ്യോളി പപ്പടമൊക്കെ പറഞ്ഞിട്ടാണ് മൂന്നാമതാണ് PT ഉഷയെ പറഞ്ഞത്. എന്തായാലും PT ഉഷയുടെയൊക്കെ വീടിനടുത്താണ്. രണ്ടാളും ഒരക്ഷരത്തിന് വ്യത്യാസം. ഒരാൾ ഉഷ, ഒരാൾ നിഷ. രണ്ടുപേരും ഓട്ടക്കാരാണ്. 10-15 വർഷം ഒരു വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്നു. ഇപ്പോൾ ലീവിലാണ്. 5-8 വർഷമായിട്ട് ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗയുടെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് കേരളത്തിലെ ഒരുവിധം സ്ഥലത്ത് ക്ലാസ്സുകളുണ്ട്. കൂടാതെ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് അതുപോലെയുള്ള പരിപാടികളുണ്ട്. പിന്നെ സ്കൂൾ കോളേജുകളിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കുമൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു. സുഖം, സന്തോഷം. എൻ്റെ ചോദ്യം, നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ സുഖത്തിലാണ്, സന്തോഷത്തിലാണ് എന്ന്? ആരും പറയൂല. സുഖാണെന്ന് മാത്രം നമ്മൾ ആരും പറയൂല. ശരിയല്ലേ? കാരണം എന്താ? ആരെങ്കിലും കണ്ണു വെച്ചാലോ. അതുകൊണ്ട് സുഖാണ് എന്താണോ നിത്യവും നാം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്, എന്താണോ നാം ഉദ്ദേശിക്കുന്ന ജീവിത വിജയത്തിന്റെ ലക്ഷ്യത്തിന്റെ ഒരു കാര്യം, അത് മാത്രം നമുക്ക് അറിയില്ല. എല്ലാവരും ഇന്ന് അസ്വസ്ഥരാണ്. ശരിയല്ലേ? എങ്ങനെ അറിയാം? നമ്മളെ കണ്ടാൽ അറിയാം. നമ്മുടെ മുഖം കണ്ടാൽ അറിയാം നമ്മളെല്ലാവരും അസ്വസ്ഥരാണ്. സ്വസ്ഥമായൊന്ന് ഇരിക്കാനോ, സ്വസ്ഥമായൊന്ന് നടക്കാനോ, സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങാനോ നമുക്കാർക്കും സാധിക്കുന്നില്ല. അസ്വസ്ഥത. ശരിയല്ലേ? എന്താ ഈ അസ്വസ്ഥത? അതൊന്നും അറിഞ്ഞൂടാ. പലരും എന്നെ കാണാൻ വരാറുണ്ട്. വന്നാൽ പറയും, ചേച്ചി എന്താണെന്നറിയില്ല, ഇവിടുന്നല്ല എന്തെല്ലോ ആവുന്നു. എന്താണ് കാരണമെന്നറിയില്ല. അപ്പുറത്തെ വീട്ടിലെ ശാന്തേച്ചി ചിരിച്ചിട്ടില്ലേ നമുക്ക് ഇവിടെ അസ്വസ്ഥതയായി. ശരിയല്ലേ? ശാന്തേച്ചി ചിരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പിന്നെ ടെൻഷനായി. പിന്നെ ചായ വെക്കുമ്പോഴും ചോറ് വെക്കുമ്പോഴും എല്ലാം ചിന്തിക്കും, ശാന്തേച്ചി ചിരിച്ചില്ല, ശാന്തേച്ചി ചിരിച്ചില്ല, ശാന്തേച്ചി ചിരിച്ചില്ല. വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്ക് ഒരു തീരുമാനത്തിലെത്തും. എന്താ എത്തുക? അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ശരിയല്ലേ? അല്ലേ നമുക്ക് സമാധാനം കിട്ടൂല. എൻ്റെ ചോദ്യം, ഇത് രാവിലെ തീരുമാനിച്ച എത്ര സുഖമുണ്ട്. രാവിലെ തന്നെ അതങ്ങ് പറഞ്ഞു തരിക. അല്ലെങ്കിലും ആ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? അവരെ കണ്ടാ ചോദിക്കുക, ശാന്തേച്ചി ഞാൻ ചിരിച്ചിട്ട് എന്താ ചിരിക്കാഞ്ഞ്? അയ്യോ കണ്ടിട്ടില്ലേനു. ഇത്രയേ ഉള്ളൂ സംഭവം. നിസ്സാരമായ കാര്യങ്ങൾക്ക് നമുക്ക് അസ്വസ്ഥതയാണ്. അസ്വസ്ഥത മാറാൻ നമ്മൾ എന്താ ചെയ്യുക? അസ്വസ്ഥത മാറാൻ നമ്മൾ അമ്പലത്തിൽ പോകും. ശരിയല്ലേ? ടെൻഷൻ ആദ്യം മാറാൻ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഓട്ടം അല്ലേ? ദേവിയോ ദേവനോ ഇങ്ങനെ നല്ല അഭിഷേകമൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ഒരു പോക്ക് അല്ലേ? ഇവിടുന്ന് കൈ രണ്ടും ഇവിടുന്ന് ഒരൊറ്റ പോക്കാ താഴോട്ട്. അടുത്തെത്തുമ്പോൾ ഒരു പറച്ചത്, അമ്മയെ കാത്തോളണേന്ന്. അമ്മ നമ്മളെ തന്നെ നോക്കിയിട്ട് ഇനി എവിടെയാണോ കാക്കണ്ടേന്ന്. ശരിയല്ലേ? അസ്വസ്ഥത മാറാൻ അമ്പലത്തിൽ പോയി പിന്നെ ഓട്ടാണ്. സാവധാനേ ഉണ്ടാവില്ല. ചുറ്റി വന്ന് പിന്നെ കാര്യം പറഞ്ഞ്, അത് തന്നാ ഇത് തന്നാ അത്, എനക്ക് എന്തെല്ലോ ആവുന്നു. ആലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ
ഒരാൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്നു തൊഴാൻ. തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോണ്ട് അങ്ങനെ അങ്ങോട്ട് ഒരാൾ തൊഴാൻ വരുന്നു. രണ്ടാളും കൂടി കണ്ട് അവിടെ നിന്ന് നാട്ടെ അടച്ചാലും വേണ്ടിയില്ല. അറിഞ്ഞോ? ഇല്ല. ആസ്മ അറിഞ്ഞിട്ടില്ല? ഇല്ല. നമ്മളെ പുതിയ അടുത്ത ലീലയില്ലേ, ആ ഓളെ മോള് പോയടോ. എൻ്റെ അതും ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ നമ്മളെ വകയൊരു പറച്ചല. എനക്കും ഉണ്ടപ്പാ രണ്ട്. പക്ഷെ എന്തേനോളെ ഒരു വിചാരം കിട്ടണം. മറ്റയാളെ വക ഞാനാ പറഞ്ഞത്, നീ ആരോടും പറയരുത്. ശരിയല്ലേ? ഇങ്ങനെ ദിവസവും എന്താണെന്നറിയാതെ നാം എല്ലാവരും അസ്വസ്ഥരാകുന്നു. എല്ലാവരുടെയും ആഗ്രഹം സുഖം, സമാധാനം, ശാന്തി ഇതൊക്കെ വേണമെന്നാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടാത്തതിന് കാരണം ഒരൊറ്റ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം നമുക്ക് കുറവാണ്. ബാക്കി എല്ലാറ്റിനെ കുറിച്ചുമുള്ള അറിവുണ്ട്. എന്തിനെ കുറിച്ചുള്ള അറിവാ ഇല്ലാത്തത്? കുറഞ്ഞു പോയത് ജീവിതത്തെ കുറിച്ചുള്ള അറിവ്. ജീവിതത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് കുറവാണ്. ബാക്കി എല്ലാ അറിവുമുണ്ട്. എന്താ ജീവിതം? എന്താ ജീവിതം ചോദിച്ചാൽ ആരും പറയില്ല. കുറെ നേരം നോക്കിയ ഒരൊറ്റ താത്തല. എന്താ ജീവിതം? ജനിച്ചു എന്നത് സത്യമാണോ? സത്യമാണോ? ഒന്ന് ശ്വാസം എടുത്തു നോക്കൂ നന്നായിട്ട്. ഒരു കണ്ടീഷൻ ഉണ്ട്. ശ്വാസം എടുക്കുമ്പോൾ വയറ് നന്നായിട്ട് പൊങ്ങണം, ശ്വാസം വിടുമ്പോൾ അമരണം, ഒട്ടണം. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിൽ പോകും, ശ്വാസം വിടുമ്പോൾ പൊങ്ങും. സ്വന്തമായിട്ടൊന്ന് ശ്വാസം എടുക്കാനോ വിടാനോ പോലും നമുക്ക് കൃത്യമായി അറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കുറച്ചേ അറിയൂ. നമ്മളെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഒരു 5 മിനിറ്റ് പറയാനുണ്ടാവില്ല. വേറെ ആരെങ്കിലും കുറിച്ചാണെങ്കിലോ 2 മണിക്കൂർ പറഞ്ഞു തരും. എന്നിട്ട് പറയും ചേച്ചി ബാക്കി നാളെ പറയാട്ടോ, ഇന്ന് നേരമില്ല. നമ്മളെ കുറിച്ച് കുറച്ച് മാത്രം അറിവും മറ്റുള്ള എല്ലാറ്റിനെയും കുറിച്ചും നല്ല അറിവുമുള്ള വ്യക്തിയും നമ്മൾ തന്നെയാണ്, ജീവിയും നമ്മൾ തന്നെയാണ്. അപ്പം ജീവിതം ജനിച്ചു എന്നത് സത്യമാണ്, മരിക്കുമെന്നതും സത്യമാണ്. അപ്പൊ എന്താ ജീവിത ലക്ഷ്യം? ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ. ജനിച്ച് മരിക്കുന്നതിനിടയിലുള്ള ജീവിതം നന്നായി ആസ്വദിക്കണം. ആരാസ്വദിക്കണം? ഞാൻ എൻ്റെ ജീവിതം നന്നായി ആസ്വദിക്കാൻ പ്രകൃതി, ഈശ്വരൻ നമുക്ക് തന്ന ഉപകരണമാണ് ഈ ശരീരം. എൻ്റെ ജീവിതം ഞാൻ നന്നായി ആസ്വദിക്കാൻ പ്രകൃതി തന്ന അനുഗ്രഹമാണ്, ഉപകരണമാണ് ശരീരം. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? സത്ത് പോകുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ പോയാൽ ഞാനും നിങ്ങളുമൊക്കെ ശവമാണ്, നാറും, കത്തിക്കണം. അപ്പൊ എന്താ ജീവിത ലക്ഷ്യം? ശവമാക്കുന്നത് വരെ ശിവമായി. എന്താ ശിവൻ? മംഗളകാരി. അപ്പൊ ജീവിത ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ശവമാക്കുന്നത് വരെ ശിവമായി മംഗളകാരിയായി ഞാൻ ജീവിക്കണം. അപ്പൊ എൻ്റെ ജീവിതം എത്ര കാലമുണ്ടോ അത്രയും കാലം ആനന്ദകരമായി സുഖകരമായി ജീവിക്കണമെങ്കിൽ ശരീരത്തിന് സുഖം കൊടുക്കണം. ആരുടെ ശരീരത്തിന്? എൻ്റെ ശരീരത്തിന് ഞാൻ സുഖം കൊടുക്കണം. വേറെ ആരും തരൂല. അപ്പൊ ഏറ്റവും പ്രധാനം ശരീര സുഖമാണ്. എൻ്റെ ശരീരത്തെ ദിവസവും ഉള്ള കാലം വരെ നന്നായി ശ്രദ്ധിക്കണം. ശരീരത്തെ ക്ഷേത്രത്തിലെ അമ്പലത്തിലെ വിഗ്രഹ തുല്യമായി കാണണം. ഞാൻ വേറെ ആരുമല്ല. ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് അതേപോലെ എല്ലാത്തിനെയും കാണാൻ തോന്നും, എല്ലാ ജീവജാലങ്ങളെയും കാണാൻ തോന്നും. അങ്ങനെ എൻ്റെ ശരീര സുഖം ഞാൻ പ്രധാനമായും ശരീര സുഖത്തിന് പ്രാധാന്യം കൊടുക്കണം. അടുത്തത് എന്താ? മനസുഖം. ശരീരവും മനസ്സും ചേർന്നാൽ മനസുഖമായി. മനസ്സിന് സുഖം കൊടുക്കണമെങ്കിൽ മനസ്സിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. എന്താ മനസ്സ്? ചിന്തകളാണ് മനസ്സ്. ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ള ചിന്ത മാത്രം കൊടുക്കണം, അത് പ്രവർത്തിക്കണം.
അപ്പൊ ശരീര മന സുഖം. ശരീരത്തിന് 3 കാര്യം കൃത്യമായി ദിവസവും കൊടുക്കണം. ദിനചര്യ. ഇന്നലെ ഇല്ല, ഇന്നലെ കുറിച്ച് നമുക്ക് അറിയില്ല, ഇന്നലെ കഴിഞ്ഞു, നാളെയെ കുറിച്ച് അറിയില്ല. അപ്പൊ അതാത് ദിവസം നല്ല സുഖകരമായി ജീവിക്കണമെങ്കിൽ ശരീരത്തെ ശ്രദ്ധിക്കണം. ശരീരത്തിന് 3 കാര്യം ദിവസവും കൊടുക്കണം. ഒരു ദിവസം കൊടുക്കാതിരിക്കരുത്. ശരീരത്തിന് എന്താ കൊടുക്കേണ്ടത്? 3 കാര്യം. 1 വ്യായാമം, 2 വിശ്രമം. അത് കൊടുക്കുന്നുണ്ട് ചേച്ചിന്ന്. ഉറക്കല്ല വിശ്രമം. അതാണ് യോഗയിലെ ശവാസനമൊക്കെ. വിശ്രമം. 3 ആഹാരം. ഇത് 3ഉം ശരീര സുഖത്തിനാണ്. മനസ്സിന് ചിന്തകൾ, നല്ല ചിന്തകൾ കൊടുക്കണം. വ്യായാമം എന്താ? ഒരു ദിവസത്തെ ദിനചര്യ കറക്റ്റ് ആക്കുക. രാത്രി നേരത്തെ കിടക്കണം, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഇതാണ് നമുക്ക് പ്രകൃതി തന്ന നിയമം. പ്രകൃതി നിയമം തെറ്റിക്കുന്ന ഒരേ ഒരു ജീവി നമ്മൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് മാത്രം ഇങ്ങനെ ദുഃഖം വരുന്നത്. അവൻ ശരീരത്തിന് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ദിനചര്യ എന്ന് പറയുമ്പോൾ രാത്രി നേരത്തെ കിടക്കണം. രാത്രിയെങ്കിലും വേവിച്ച കട്ടിയുള്ള ആഹാരം ശരീരത്തിന് പാടില്ല, നിഷിദ്ധമാണ്, കൊടുക്കരുത്. അത് മാത്രം പറയരുതില്ലേ, കല്യാണത്തോട് കല്യാണം മാതിരി 5 ദിവസമൊക്കെ ഇപ്പൊ കല്യാണം. പച്ച, മഞ്ഞ, ചുവപ്പ്. മഞ്ഞ കല്യാണത്തിന് എല്ലാരും മഞ്ഞ, എല്ലാരും ഇട്ട് ഞാനും ഇട്ട്. പിന്നെ ഒരു പോക്ക. അർദ്ധനാരീശ്വര സങ്കല്പത്തെയാണ് നാം ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. ചിന്തിച്ചാ മതി. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ല, തുല്യമാണ്. കല്യാണം വീട്ടിൽ മഞ്ഞ മഞ്ഞ മഞ്ഞ, എല്ലാരും മഞ്ഞ. പിന്നെ ബൊഫേ ആയോണ്ട് സുഖ, ആദ്യം വാങ്ങിയെടുത്ത് പിന്നെ വാങ്ങൂല. അങ്ങനെ എല്ലായിടത്തും ഒപ്പിച്ച് അവസാനം ഒരു വെജിറ്റേറിയനും. ഓരോരാൾ കഴിക്കുന്നാണ്ട് നമ്മൾ തന്നെ പേടിച്ചു. ആ മാതിരിയാണ് തട്ടുക. തട്ടലോട് തട്ടല. ശരിയല്ലേ? പിന്നെ ഒരു സുഖമുണ്ട്, നല്ല ഡാൻസ് ഉണ്ടാവും. ലൈറ്റ് ഇടാവുണ്ട്, മിന്നിയിട്ടുള്ള ലൈറ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് നല്ല തുള്ളല. തുള്ളി ലൈറ്റെല്ലാം ഇടുമ്പോൾ അറിയുന്ന കൂടെയുള്ളത് അപ്പുറത്തെ വീട്ടിലെ ദിനേശ് ഏട്ടനാണ്. ഓ, ദിനേശ് ഏട്ടനാ സാരമല്ല, വല്ലപ്പോഴും കിട്ടുന്നതല്ലേ. ഇതാണ് കല്യാണം. അർദ്ധ നാരീശ്വര സങ്കല്പത്തെ നാം ഒന്നുമല്ലാതാക്കി മാറ്റി. പ്രകൃതി അതിനനുസരിച്ച് നമുക്ക് പാഠങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? വീട്ടിൽ നിന്നാണെങ്കിൽ രാത്രി 10-10:30 TV എല്ലാം കണ്ടിട്ട് തട്ടുക. യോഗ ക്ലാസ്സിൽ വരുന്നവർ പറയും, ചേച്ചി ഇപ്പൊ നല്ലോണം കുറച്ചിട്ടോ. എത്രയാക്കി? 2.5 പ്ലേറ്റ്. രാത്രി 2.5 ആണെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഇതാണ് നമ്മുടെ അവസ്ഥ. രാത്രിയെങ്കിലും വേവിച്ച കട്ടിയുള്ള ആഹാരം ശരീരത്തിന് പാടില്ല. പ്രസവിച്ചുടനെയുള്ള കുട്ടികൾ, ചോറൂണൊക്കെ കഴിഞ്ഞ കുട്ടികളെ നിങ്ങൾ നോക്കൂ, അവര് രാത്രി ചോറുണ്ണേയില്ല. ഇന്നൊരു കുട്ടിക്ക് ചോറ് കൊടുക്കാൻ 5 ആളാണ്. അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അപ്പുറത്തെ വീട്ടിലെ നാരായണിയമ്മ എല്ലാം കൂടി പിടിച്ച് 2 മുട്ടയൊക്കെ കൊടുത്ത് അടിച്ച് കഴിപ്പിക്കുകയാണ് കുട്ടിയെ, അതും രാത്രി. ഇത് ശീലമാക്കാനും ഇത് സ്വഭാവമാക്കാനും ഇത് നമ്മുടെ സംസ്കാരമാക്കാനുമാണ് വ്രതം, വ്രതനിഷ്ഠ. 41 ദിവസത്തെ മണ്ഡലകാലം, ശിവരാത്രി, നവരാത്രി, തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും വ്രതമാണ്. എന്തിനാണ് ഈ വ്രതം? വ്രതമെടുക്കുമ്പോൾ ശരീരത്തിന് വേണ്ടത് മാത്രമേ നാം കൊടുക്കൂ. രാത്രി വേവിച്ച ഭക്ഷണം പാടില്ല, വേവിക്കാത്തതാണ് വേണ്ടത്. വ്രതം എടുക്കുമ്പോൾ അതാ കഴിക്കേണ്ടത്. ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും പോവാനുള്ള മണ്ഡലകാലത്ത് ഭാഗ്യമുണ്ടായി. ചോറൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ടാവും. ഇഡ്ലി, ദോശ, ചപ്പാത്തി, പൊറോട്ട, അയ്യപ്പന്മാർക്കും എല്ലാം ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം കഴിക്കാനുള്ളതല്ല വ്രതം.
വേവിക്കാത്ത ഭക്ഷണം രാത്രി കഴിക്കാനുള്ളതാണ് വ്രതം. വ്രതമെടുക്കുമ്പോൾ ശരീരത്തിന് സുഖം കിട്ടുന്നു, മനസ്സിന് സുഖം കിട്ടുന്നു, അസ്വസ്ഥത മാറണം. വ്രതം ആ ഒരു 41 ദിവസം ഭജനകളും പൂജകളും വ്രതനിഷ്ഠയും അമ്പലങ്ങളും കൂടിച്ചേരലുകളും ആകുമ്പോൾ ശരീര മന സുഖമുണ്ടാകണം. അല്ലേ വ്രതമല്ല. നമ്മൾ ഭജനകളൊക്കെ നടത്തും, ഗംഭീരാണ്, ശരിയല്ലേ? ഭജനയൊക്കെ നടത്തും. പാടുന്ന പാട്ട് കേട്ട് കഴിഞ്ഞ അയ്യപ്പൻ പോലും പേടിച്ചു. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. പിന്നെ എങ്ങനെയാ അയ്യപ്പൻ ഉണരുക? തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. കണ്ണൊക്കെ എങ്ങനെ ഇതാക്കി ആർക്കോ വേണ്ടിയാണ് ചൊല്ലുന്നത്. എത്ര മനോഹരമായ പാട്ടാണത്! എത്രമാത്രം എനർജറ്റിക് ആയിട്ട് ഉഷാറായിട്ട് അയ്യപ്പൻ പോലും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ എല്ലാവരും ചേർന്ന് പാടുമ്പോൾ ആ അന്തരീക്ഷത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നു, ദൈവീകത ഉണ്ടാകുന്നു, ഒരു എനർജി ലെവല് കൂടുന്നു. ആ രീതിയിലായിരിക്കണം ആ പാട്ട് പാടേണ്ടത്. അതിനാണ് വ്രതം. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. എത്ര പ്രസന്നമായിരിക്കണം മുഖമൊക്കെ. ഹൃദയത്തിൽ നിന്ന് തുറന്ന് പാടണം. പാടാൻ അറിയൂ എന്നുള്ളതല്ല, ഹൃദയം കൊടുക്കണം ഭഗവാന്, എന്നിട്ട് പാടണം. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. കാലവും നീ, പ്രകൃതിയും നീ, കാരണവും നീ, എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നേ. അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. ആറ്റുനോറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ, എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നേ. അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. ഏതാ സുഖം? ഏതാ സുഖം? ആദ്യത്തെ രണ്ടാമത്തെയോ? ഈശ്വര, എന്നിട്ടും ഒരിതില്ല. ഒന്ന് കൈയടിച്ചൂടെ? ഇങ്ങനെയൊക്കെ ഒന്ന് പാടി നോക്കൂ. ഭജൻസൊക്കെ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ കാണാം, 2 വാക്കുകളൊക്കെ ഉണ്ടാവും. കൃഷ്ണനെ കുറിച്ചാണെങ്കിൽ സദാനന്ദ, സച്ചിദാനന്ദ എന്നൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ പാടി പാടി, രാമനെ കുറിച്ചാണെങ്കിൽ രാമഭക്തി ഗാനം പാടി പാടി രാമനെ അവർ വരുത്തും. അത്ര പ്രസന്റ് ആയിരിക്കും, അത്ര സന്തോഷത്തിലായിരിക്കും. അല്ലാതെ ഇങ്ങനെ പോയിട്ട് പൊട്ടി ഒരു പ്രശ്നവും ഇല്ലാണ്ട് അമ്മയെ കാത്തോളണെന്ന് പറയുമ്പം എന്താണ് വിചാരിക്കേണ്ടത്? ആർക്കാണ് പ്രശ്നമില്ലാത്തത്? നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നം മനസ്സിനെ വേണ്ടത് വേണ്ട പോലെ കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്. അസ്വസ്ഥത, എവിടെ നോക്കിയാലും അസ്വസ്ഥത. ഏകദേശം 84 ലക്ഷത്തോളം ജീവജാലങ്ങളിൽ പ്രകൃതി മനുഷ്യന് മാത്രം തന്ന അനുഗ്രഹമാണ് ചിരി. ശരിയല്ലേ? ചിരി അതെടുക്കാത്ത ഒരേ ഒരു ജീവി ആരാ? ഇപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ അങ്ങനെ പോകുമ്പോ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ആരെങ്കിലും മുഖത്ത് നോക്കി അവരങ്ങോളം നോക്കിയിട്ട് ചോദിക്കും വട്ടായില്ലേ? ചിരിക്കൂല. ചില വീട്ടിൽ പോയ പറയും, ചേച്ചി ആടെ നോക്കി ചിരിക്കരുതേ, ഇവിടെ നോക്കി ചിരിക്കരുതേ. എന്തിന്? വീട്ടിൽ കുട്ടികളുണ്ട്, കുട്ടികൾ നിഷ്കളങ്കരാണ്. അവര് ചിരിക്കുമ്പോ ചിരിക്കും, കരയുമ്പോ കരയും, ബഹളം വെക്കുമ്പോ ബഹളം വെക്കും.
ബാക്കി എല്ലാത്തിനും സമ്മതിക്കും, ചിരിക്കാൻ മാത്രം സമ്മതിക്കൂല. കുട്ടികൾ ചിരിക്കുമ്പോ എന്താ പറയാ? ഭയങ്കര അറിവാണ് നമുക്ക്. ചിരിപ്പിക്കല്ലേ, എന്താ നാളെ കരയേണ്ടി വരും. നാളെ കരയേണ്ടത് കൊണ്ട് ഇന്നേ മസിലും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മള്. എന്തൊരു പൊട്ടത്തരാണ്! ഇന്ന് കരഞ്ഞാലും ഇല്ലെങ്കിലും നാളെ വരാനുള്ളത് ഉറപ്പായിട്ടും വരും. അപ്പൊ എന്റെ ചോദ്യം, ഇന്ന് സന്തോഷിക്കാൻ, ഇന്ന് സുഖിക്കാൻ, ഇന്ന് ആനന്ദകരമാക്കാൻ നമുക്ക് കിട്ടിയ നിമിഷത്തിനെ നാം എന്തിനാണ് ഇങ്ങനെ തള്ളിക്കളയുന്നത്, അസ്വസ്ഥരാകുന്നത്? സന്തോഷത്തിൽ മതിമറക്കാതിരിക്കാനും ദുഃഖങ്ങളിൽ തളരാതെ പരിഹരിച്ചു മുന്നോട്ട് പോകലുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പം വീട്ട് അസ്വസ്ഥതയില്ലാതാകണം. ഇപ്പൊ ശരീര മനസുഖം, ശരീരത്തിന് വ്യായാമം, വിശ്രമം, ആഹാരം, ഇത് മൂന്നും ശരീരസുഖത്തിനാണ്. വ്രതമെടുക്കുമ്പോൾ ഇത് നമുക്ക് കിട്ടുന്നു. വ്യായാമം, രാത്രി നേരത്തെ കിടക്കണം, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എല്ലാ ദിവസവും. തിങ്കൾ മുതൽ വെള്ളി വരെ അല്ല. നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ, ബാക്കി ശനി ഞായർ ഉമ്മളി തന്നെ എണീക്കും 10 മണിക്കാം. കുട്ടികളെ കഷ്ടപ്പെടുത്തി വ്രതം എടുപ്പിക്കും, അമ്പലത്തിൽ ശബരിമലയ്ക്ക് പറഞ്ഞയക്കും. തിരിച്ചു വന്നാൽ പിന്നെ 12 മണിക്കാ വിളിക്കുക. എന്നാൽ രാവിലത്തെ ചായ കൊടുക്കണ്ടല്ലോ. അതാടെ കിടന്നോട്ടെ. അത് കിടക്കാനല്ല, ആ ശീലമാകണം. അത് ആ 5 മണിക്ക് എഴുന്നേൽക്കണം, രാത്രി നേരത്തെ കിടക്കണം, രാത്രി ഭക്ഷണം കുറക്കണം, ഒഴിവാക്കണം. അതാണ് വേണ്ടത്. അരി ശത്രു. ഈ അരിയാണ് 3-4 നേരം കഴിക്കുന്നത്. അത് ഒഴിവാക്കി കിട്ടണം. രാത്രി സ്വസ്ഥമായി കിടക്കണം. പെട്ടെന്ന് ചാടി കിടക്കരുത്, നിവർന്നിരിക്കണം. അതൊരു പ്രാർത്ഥനയാണ്. ശിവനിൽ അർപ്പിക്കുന്നു. കരചരണകൃതം വാ, കായജം കർമ്മജം വാ, ശ്രവണനയനജം വാ, മാനസംവാപരാധം, വിദിതം അവധിതം വാ, സർവമേ തൽക്ഷമസ്വ, ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവശംഭോ. മനസാ വാച കർമ്മണ, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമസ്വമേ, ക്ഷമിച്ചാലും. 5-10 പ്രാവശ്യം ശ്വാസം എടുക്കണം, ദീർഘമായി, സുഖകരമായി, സാവധാനം. ഊർജം കൊടുക്കണം, ഓക്സിജൻ കൊടുക്കണം, തല മുതൽ കാൽ വരെ. പെട്ടെന്ന് ചാടി കിടക്കരുത്. രാത്രി കിടക്കുമ്പോൾ ഇടതുവശം ചെരിഞ്ഞ് പതുക്കെ കിടന്ന് മലർന്നു കിടന്ന് 5-10 പ്രാവശ്യം ശ്വാസം എടുക്കണം. ശ്വാസത്തെ പിടിച്ചു വെച്ച് നല്ല കാര്യങ്ങൾ കൊടുക്കണം, നല്ല ചിന്ത കൊടുക്കണം. ഇത് 10-10:30 കഴിച്ചിട്ട് പിന്നെ കഴിച്ചത് അറിയൂല. ശരിയല്ലേ? തിന്നാൻ അധികമായി പോയി. പിന്നെ പാത്രമൊക്കെ കൊണ്ടുവരിടലാ. ഉണ്ടായി, ജീവൻ ഉണ്ടായി, നാളെ കഴുകാൻ. പിന്നെ മിക്കി മൗസ് പോകുന്ന പോലെയാ പോവാ. പോകുമ്പോ ഒരു പറച്ചലും. എന്താ പറയാ ദിവസവും? ഈ നടു എനക്കുള്ളതല്ല, മുട്ട് അനക്കി കൂടെ. ആരെയും കേൾക്കണേ കുറച്ചും കൂടി ഒച്ചത്തില്. കൈയില്ല, കാലില്ല, വയ്യ, ഷുഗർ, പ്രഷർ. ശരീരത്തിന് സുഖമായി. രാവിലെ എണീക്കുമ്പോ അടിച്ച പോലെ മുട്ടുവേദന, അടിച്ച പോലെ നടു. എന്താണോ നിങ്ങൾ നിരന്തരം സങ്കല്പിച്ച് പറയുന്നത് അതായിരിക്കും നടക്കുക. ഒരസുഖം വന്നാൽ 900 ആളുകളോട് വിളിച്ചു പറയും. നല്ല കാര്യം വന്നാലോ പറയണ്ടേ. മോശമായതാണെങ്കിൽ പിന്നെയില്ലേ ഇന്നലെ ആസ്പത്രിയിൽ പോയിട്ട് ആടെ തലചുറ്റി വീണിട്ട് പിന്നെയില്ലേ വീണ്ടും വീണ്ടും തലചുറ്റി വീഴും. കാരണം എന്താ ചിന്തിക്കുന്നത്, എന്താ പറയുന്നത്, അതാണ് നടക്കുക. ആരെങ്കിലും വരാൻ ലേറ്റായി, വൈകി, ഭർത്താവോ അച്ഛനോ ലേറ്റായി, പിന്നെ നമ്മൾ എന്താ ചിന്തിക്കുക? ആംബുലൻസ് വരുന്നത്. പിന്നെ ചിന്ത അതാണ്, ആംബുലൻസ് എന്തായാലും എത്തും. പിന്നെ കക്കൂസ് പോവാ, വെള്ളം ഒഴിക്കുക, തിരിച്ചു വരിക. അന്നേരമായിരിക്കും കുട്ടി വന്നിട്ട് ചോദിക്കും, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഇനിയെല്ലാം കണ്ട അന്ന് തുടങ്ങിയതാടാ. പിന്നെ നോക്കുമ്പോ ഗേറ്റിന്റെ അടുത്ത് ആൾക്കാരുള്ള പോലെയൊക്കെ നോക്കും. അത് കാരണം ആംബുലൻസ് ഉറപ്പാ. അന്നേരം അമ്മച്ചൻ ജീവനോടെ വന്നുള്ള അവസ്ഥ എന്താ? അതിന് നല്ല ആംബുലൻസ് വരുന്ന
അസ്വസ്ഥത. വീടുകൾ എടുത്തിടുകയാണ്, 2, 3, 4 തട്ട് വീടുകൾ. ശരിയല്ലേ? 1 കോടിക്കൊക്കെ എടുക്കുന്നത് ഇപ്പം വീട്. എന്താ കാര്യം? വീടെടുത്ത ഒരൊറ്റ മനുഷ്യന്മാർക്ക് വീടിന്റെ മുകളിൽ കയറിക്കൂടാ. മുട്ടുവേദന, നടുവേദന ഉണ്ടായ വീടിന്റെ മുകളിൽ കാണാത്തവരുണ്ട്. എന്നിട്ട് നമ്മളോടൊക്കെ പറയും ഇങ്ങനൊക്കെ കയറി കാണുന്നു. കാരണം ഏതായാലും എടുത്തിട്ട് പോയി. വീടിന്റെ പേരൊക്കെ കേട്ടാൽ ഞെട്ടും. ഗോകുലം, വൃന്ദാവനം, പഞ്ചാക്ഷരി. എന്നാടോ പഞ്ചാക്ഷരി? ആയെന്ന് ചോദിക്കരുത്, നല്ല പേരാന്ന് കേട്ടിട്ടിട്ടതാണ്. ഒരു ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ വീടിന്റെ പേര് സ്വർഗം. സമാധാനം. വലത് കാലം എടുത്തു വെച്ചതും അകത്തുനിന്ന് അടിയോടടി അർദ്ധനാരീശ്വര സങ്കല്പം. കെട്ടിക്കുടുങ്ങി. അന്നേ എൻ്റെ അച്ഛൻ പറഞ്ഞു നീ നിൽക്കണ്ട. ആഹാ, നിങ്ങളുടെ അച്ഛൻ അങ്ങനെയും പറഞ്ഞോ? അടിയോടടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി സ്വർഗത്തിലെ കട്ടുറുമ്പാവണ്ട. പതുക്കെ ഇറങ്ങി നടക്കുമ്പോ വീട്ടിലേട്ടൻ കണ്ട്, നിഷേച്ചി അവിടെ നിൽക്ക്, എന്താ ഇവളെ ഒന്ന് ശരിയാക്കിത്താ നിങ്ങള്. 10 കൊല്ലമായിട്ട് അമ്മച്ചന് പറ്റിയിട്ടില്ല. അകത്ത് എന്ന് നോക്കിയപ്പോ 80,000-ന്റെ സോഫയൊക്കെ 8,000 അവർ ഇരുന്നിട്ടില്ല. ഇരിക്കാൻ നേരമില്ല. അടിയോടടിയാ. അവസാനം ഇരുന്ന് സ്വസ്ഥമായിട്ട് ബോർഡ് ഒരു ഇത് നോക്കുമ്പോൾ വാതിൽ മേലെ ഒരു ബോർഡ്, ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം. തൊട്ടപ്പുറത്ത് ചക്കുളത്ത് കാവിലമ്മേ. ഇവരെ സ്വഭാവം വെച്ച് ഏതായാലത്താര് വരൂല. ചക്കുളത്ത് കാവിലമ്മയൊന്നും വരൂല. വരുവോ? ഇല്ല. അവസാനം പ്രശ്നമൊക്കെ കേട്ട് പരിഹരിച്ച് ചായയൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞ ഏട്ടാ ഒരു ഉപകാരം ചെയ്യണം. എന്താ നിശ്ചയിച്ച്? എന്തും ചെയ്യാം, എന്തും ചെയ്യേണ്ട ഒരു ഉപകാരം ചെയ്യണം. എന്താ? വീടിന്റെ പേരൊന്ന് മാറ്റണം. എന്താക്കണം? നരകം. സ്വർഗമായിട്ട് ഇതാണ് അവസ്ഥ. വീടുകൾ എടുത്തിടുന്നു, അസ്വസ്ഥമാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നു എൻ്റെ ഇതിൽ യൂട്യൂബിൽ കണ്ടു. ഒരു ചെറുപ്പക്കാരൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് വീട്ടിലേക്ക് കയറുന്നു, കൈ കഴുകുന്നു, ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഭാര്യയും മൊബൈലിലാണ്. മൊബൈൽ നോക്കിക്കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്തു. ഇയാൾ കഴിച്ചു, കൈ കഴുകി, ഡ്രസ്സ് മാറ്റാൻ റൂമിലേക്ക് പോവാൻ നോക്കുമ്പോൾ റൂമിനൊരു മാറ്റം. അപ്പൊ ഇയാൾ മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് നോക്കുമ്പോ ഇയാളെ വീടല്ല, ഏതോ വീട്ടിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഭാഗ്യം അവര് കണ്ടിട്ടില്ല. ഇറങ്ങിയ ഒരു ഓട്ടം. ഇന്ന് വീടുകൾ ഇങ്ങനെയാണ്. കുറെ ആൾ ആടുന്നു വീടുന്നു തോണ്ടി ജീവിതയെ കൊളാക്കുന്നു. ഇതാണ് അമ്മയിൽ ഈശ്വരനെ, ദൈവത്തെ കാണണം. നമുക്ക് കിട്ടിയത് അതാണ്. മാതൃ ദേവോഭവ. അമ്മയ്ക്ക് ഒരൊറ്റ ഭാവേ ഉള്ളൂ. ദൈവിക മാത്രമൊന്നല്ല, ദുർഗ പോലും പേടിച്ചു. ശരിയല്ലേ? കുട്ടികൾ ഈശ്വരീയമാകണമെങ്കിൽ അമ്മയുടെ സ്വഭാവം, അമ്മയുടെ പെരുമാറ്റം, അമ്മയുടെ ജീവിതചര്യ കുട്ടികൾക്ക് മാതൃകയാകണം. അമ്മയിൽ ദേവത്വത്തെ കാണണം. മുഖം തെളിയണമെങ്കിൽ മനസ്സ് തെളിയണം. പ്രസാദം വദനത്തിങ്കൽ ഉണ്ടാവണം. എന്തിനേയും നേരിട്ട് പരിഹരിച്ച് വളരെ സുഖകരമായി മുന്നോട്ട് പോകുന്ന അമ്മയെ കുട്ടികൾ കാണണം. ശരിയല്ലേ? അടുത്ത സാധനം അയലിച്ചക്ക, പിതൃദേവോഭവ. അച്ഛനിൽ ദൈവത്തെ കാണണം. പരീക്ഷയ്ക്ക് ചോദിച്ചു അപൂർവമായി കണ്ടുവരുന്ന ജീവി ഏതാണ്? കുട്ടി എഴുതി എൻ്റെ അച്ഛൻ. ഉണ്ടായ ഈ സാഹചര്യത്തിനെ കണ്ടിട്ടില്ല. ഇത് ഉറങ്ങിയിട്ടാ വരിക, ഇത് എണീക്കുമ്പോഴത്തേ പോയിട്ടുണ്ടാവും. ഒരു ദിവസം രാവിലെ കുട്ടി വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞണ്ടിൻ്റെ ഒട്ടൊന്ന് കിടക്കുന്നു പുറത്ത്. അമ്മയെ കള്ളൻ എന്ന് പറഞ്ഞു. അമ്മ വന്ന് മുഖാലം നോക്കിയിട്ട് പറഞ്ഞടാ ഇത് കള്ളനല്ല, ഇതാ എൻ്റെ അച്ഛൻ. ഓ അതാണോ സാധനം? അമ്മയും അച്ഛനും ചേർന്ന ഈശ്വരത്വം, നന്മ, ദേവത്വം കുഞ്ഞിലും കുടുംബത്തിലും ചുറ്റുപാടിലും അത് പകർന്നു കൊടുക്കണം. അതിനാണ് അമ്പലം. ദിവസവും പറ്റുന്ന സമയങ്ങളിൽ അമ്പലം അൻപ് അലകളായി ഒഴുകുന്ന സ്ഥലം. പ്രേമം. എന്താ അൻപ്? പ്രേമം. തിരിച്ചാഗ്രഹിക്കാത്ത സ്നേഹമാണ് പ്രേമം. എനിക്ക് എൻ്റെ ഭർത്താവിനോട് പ്രേമമാണ്, തിരിച്ചും അങ്ങനെ പ്രേമമാണ്. ഭഗവാന്, ദേവന്, ദേവിക്ക് നമ്മളോട് പ്രേമമാണ്. നമ്മളിൽ നിന്നാകെ പ്രതീക്ഷിക്കുന്നത് നന്മ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ജീവിതമാണ്. ആസ്വാദ്യകരമായ ജീവിതമാണ്.
അതിന് ശരീരത്തെ ശ്രദ്ധിക്കണം. ശരീരത്തെ ക്ഷേത്രത്തിലെ അമ്പലത്തിലെ വിഗ്രഹമായി കാണണം. അതിനാണ് ആചാരങ്ങൾ. അമ്പലത്തിലെ ഭഗവാന്റെ ഉണരലും ഉറങ്ങലും എല്ലാം നമുക്ക് വേണ്ടിയാണ്. ഏതെങ്കിലും അമ്പലത്തില് 8 മണിക്കോ 10 മണിക്കോ ദേവനോ ദേവിയോ ഉണരുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രകൃതി നിയമം അതാണ്. രാവിലെ രാത്രി നേരത്തെ കിടന്ന് നന്നായി ശ്വാസം എടുക്കാനും വിടാനും ശ്വാസത്തെ പിടിച്ചു വെക്കാനും നല്ല ചിന്ത കൊടുക്കാനും അതിനും മന്ത്രങ്ങൾ ചൊല്ലാനും ഒക്കെ സാധിക്കണം, ജപിക്കണം. ഒന്നും അറിയില്ലെങ്കിൽ ഹരേ രാമ, അല്ലെങ്കിൽ നമശിവായ, അല്ലെങ്കിൽ ഓംകാരം. അറിയോ, വിദേശ രാഷ്ട്രങ്ങളിലെ മാരകമായ രോഗങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലെ ജപ്പാനിലും ജർമ്മനിയിലും അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ ഹോസ്പിറ്റലുകളില് 3 മണിക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കും രോഗികൾ. കുളിച്ചു വന്ന് നന്നായിട്ട് ഒരു ഷീറ്റിട്ട് കിടന്ന് 10ഉം 12ഉം 16ഉം പ്രാവശ്യം ഓംകാരമാണ്. ഒന്നുമില്ല, വെറുതെ കിടക്കും, ഷീറ്റിൽ മലർന്നു കിടക്കും, കൈകാലുകൾ ഇങ്ങനെ വെച്ച് സുഖമായി കിടന്നിട്ട് ശ്വാസം നന്നായി എടുത്ത് ശ്വാസം വിടുമ്പോൾ ഓംകാരം, ഓം, ആ ശ്വാസം തീരുന്നവരെ വീണ്ടും ശ്വാസം എടുക്കുന്നു, ഓംകാരം. ഇത് ഡോക്ടേഴ്സും ചെയ്യും. നമ്മുടെ ഇവിടെ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഇതൊക്കെയാണ്, വിദേശത്തും ഇതൊക്കെയാണ്. മന്ത്രങ്ങൾ ചൊല്ലിക്ക, ഗായത്രി മന്ത്രം ഇടും, മൃത്യുഞ്ജയ മന്ത്രം ഇടും. ഇങ്ങനെ മന്ത്രാസ് ഇങ്ങനെ കേൾപ്പിക്കും, പദവരെ കൊണ്ട് ചൊല്ലിപ്പിക്കും. നേരത്തെ ചൊല്ലിയ മഹത്തമമായ മന്ത്രം ഓം അഗ്നേനയ സുഭധാരായേ അസ്മാൻ വിശ്വാനി ദേവ വൈണാനി വിദ്വാൻ യോധ്യസ്മ ജുഹുരാണമേനോ ഭൂയിഷ്ടാന്തേ നമ ഉക്തിം വിദേമ. എന്നെ കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിപ്പിക്കണമേ, നേരായ വഴിയിലൂടെ എന്നെ നടത്തിക്കണമേ. സുഭതാരായേ, അത്രയേ ഉള്ളൂ, നല്ല വഴിയിലൂടെ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേ പോവും. ഇനി എന്തെങ്കിലും അബദ്ധമാണെങ്കിലും അത് വേറെ എന്തോ നന്മയ്ക്ക് വേണ്ടിയാണ്. കറക്റ്റായി നമ്മളെ നയിക്കാൻ സാധിക്കും. അപ്പൊ രാത്രി കിടക്കുമ്പോൾ ശിവനിൽ അർപ്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഞാൻ ആരോടെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ക്ഷമസ്വമേ എന്ന് പറഞ്ഞുകൊണ്ട് സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കണം. അതാണ്, ഇതാണ്, രോഗാണ്, ഇത് പറയുന്നതിന് പകരം നാം ഒന്ന് മാറ്റി നോക്കൂ. ഇതൊക്കെ രാത്രി നന്നായിട്ട് ആരോട് തെറ്റിയാലും നന്നായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ശ്വാസം എടുക്കാനും വിടാനും പിടിച്ചു വെക്കാനും പിടിച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാനും സാധിക്കണം. അതിരാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അതാണ് ബ്രാഹ്മ മുഹൂർത്തം. 3 to 6, 5:30 മണി വരെ. ഒരു 5 മണിക്കെങ്കിലും വ്രതം 41 ദിവസത്തെ വ്രതം എടുക്കുമ്പോൾ നമുക്കത് 40 ദിവസം കഴിഞ്ഞ് 41ാമത്തെ ദിവസമാകുമ്പോൾ നമ്മുടെ ശീലവും സ്വഭാവവുമായി അത് മാറണം. പിന്നെ പിറ്റേത്തെ കൊല്ലമല്ല, നമുക്കിപ്പോ സീസണൽ ഭക്തിയാ. 41 ദിവസം തുടങ്ങുന്നതിന്റെ തലേ ദിവസം അടിച്ച് തുടക്കുന്ന കണ്ട അയ്യപ്പൻ പേടിക്കും. ഗംഭീരാണ് വ്രതം എടുക്കലൊക്കെ. 5-6 ദിവസം കഴിയുമ്പോൾ ഉമ്മക്ക് തന്നെ തുടങ്ങും അസ്വസ്ഥത. 6 ദിവസമായിട്ടേ ഉള്ളൂ, ഇറ്റ ചാറെങ്കിലും. ഏതേ ചിലർക്ക് മണത്താ മതി, ഇറ്റ ചാറെങ്കിലും. ചിലർ പറയും തിരിച്ചു വരുമ്പോ കട്ടിയില്ലെങ്കിൽ വാങ്ങിച്ചോളേന്ന്. വ്രതം മുറിക്കാൻ. ഒരിക്കല് ഞങ്ങള് സ്വാമിജിയുടെ കൂടെ തളിപ്പറമ്പ് അമ്പലത്തിലെ സ്വാമിജിക്ക് പ്രഭാഷണ പരമ്പര ഉണ്ടായിരുന്നു. ചിദാനന്ദപുരി സ്വാമിജി വിളിച്ചു പറഞ്ഞു, വീട്ടിൽ കാറിൽ ആള് കുറവാണ്, വന്നോളൂ. പയ്യോളിയിൽ നിന്ന് ഞാനും ഹസ്ബൻഡും കയറും, തിരിച്ചവിടെ ഇറങ്ങും. ആദ്യത്തെ ദിവസം പോയി ഞങ്ങൾ പ്രഭാഷണമൊക്കെ ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ, സ്വാമിജി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് അയ്യപ്പന്മാരിങ്ങനെ ഭയങ്കര ഭക്തിയോടെ പോകുന്നുണ്ട്. ഒരു 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം സ്വാമിജിയുടെ പ്രഭാഷണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ
മതിലിന്റെ അപ്പുറത്തുനിന്ന് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ കേട്ടു, കൂക്കി നിലവിളി, ഓഹോ ഓഹോ എന്നൊക്കെ. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ സ്വാമിജി സംഘാടകരോട് ചോദിച്ചു. അപ്പൊ അന്ന് കണ്ട കുറച്ചു പേരെ അവിടെ കണ്ടു. സ്വാമിജി ചോദിച്ചു, അവിടെ എന്താ ഒരു ബഹളം കേട്ടതെന്ന്. അപ്പൊ പറയും, സ്വാമിജി അത് വ്രതം മുറിക്കുന്നതാണ്. സ്വാമിജിക്കാരനോട് എന്താ ഈ വ്രതം മുറിക്കലെന്ന്. എടുക്കുന്ന മാത്രമേ അറിയൂ, മുറിക്കുന്നത് സ്വാമിജിക്ക് അറിയില്ല. സ്വാമിജി ചോദിച്ചു, എന്താ ഈ വ്രതം മുറിക്കലെന്ന് ചോദിച്ചു. അതില്ലേ, തിരിച്ചു വരുമ്പോ മാഹി കൂടിയല്ലേ വരുവാന്ന്. അപ്പൊ സ്വാമിജി പറഞ്ഞു, എന്നാ പിന്നെ മുറിക്കന്നെ വേണം, കാരണം അടുത്തോളം എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. മുറിക്കാനുള്ളതല്ല വ്രതം, അത് ശീലവും സ്വഭാവവുമാവണം. വല്ലപ്പോഴുമെങ്കിലും ദിവസം എഴുന്നേൽക്കുന്ന ശീലമുണ്ടാകണം, 5 മണിക്കെങ്കിലും. ആ ശീലം വളർത്താനാണ്. അതുപോലെ വടകരയിലൊരു ബാറുണ്ട്, ശ്രീമണി ബാർ. അപ്പൊ കുറച്ച് അയ്യപ്പന്മാരിങ്ങനെ പോകുമ്പം അവിടെ എത്തിയപ്പോ അറിയാണ്ട് ഗുരുസ്വാമി വിളിച്ചു പോയി, ശ്രീമണി കണ്ടാന്ന്. മറ്റു സ്വാമിമാര് മടക്കത്ത് കയറാൻ. സ്വാമിജി ഇപ്പം തന്നെ പറഞ്ഞിതാക്കല്ല, മടക്കത്ത് കയറാൻ. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല അതിനർത്ഥം. വ്രതം മുറിക്കാനുള്ളതല്ല, വ്രതം നമ്മുടെ നിഷ്ഠയാണ്. അതിലൂടെ പോകുമ്പോൾ നമുക്ക് സുഖമുണ്ടാകുന്നു, ശരീര മനസുഖം. പിന്നെയോ വാക്ശക്തി, വാക്ശുദ്ധി. ആ സമയത്ത് നമ്മൾ നല്ല വാക്കുകൾ പറയും, നന്നായി നാമം ജപിക്കും, നന്നായിട്ട് എന്തെങ്കിലും ഭജൻസ് ഒക്കെ ചൊല്ലും, രാത്രി നന്നായി കിടന്നുറങ്ങും, രാവിലെ നന്നായി നേരത്തെ എഴുന്നേക്കും. ശരീര മന വാക് ശുദ്ധി, ആഹാര ശുദ്ധി. ആഹാരം നമുക്ക് പ്രകൃതി നിശ്ചയിച്ചത് 80% ക്ഷാരഗുണവും 20% അമ്ലഗുണവുമാണ്. എന്താ ക്ഷാരഗുണം? വേവിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും. എത്ര വേവിക്കാത്ത എന്തും എത്ര? 80. 20% വേവിച്ചത്. ഇപ്പോഴോ 99.9. ആ എന്താ കഴിക്കുന്ന സാധനത്തിൻ്റെ ഒക്കെ പേര്. കല്യാണം മാത്രമല്ല, വീട്ടിൽ കൂടെ 41 ഹാപ്പി ബർത്ത്ഡേയും. എന്താ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. കഴിഞ്ഞ ദിവസം ഒരു മോനെയും കൊണ്ട് ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നു. അച്ഛനും അമ്മയും ഭയങ്കര കരച്ചിൽ, ചേച്ചി എൻ്റെ മോനെ രക്ഷിക്കണം. എന്താണ്, എന്തു പറ്റി? ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആണ്, തുപ്പിയിട്ട് നശിച്ചു പോട്ടടാന്ന്. ഊതിക്കെടുത്തുകയാണ്, മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഊതിക്കെടുത്തിട്ട് എന്നിട്ട് ആ തുപ്പലായത് എല്ലാവരും കൂടി തട്ടുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേക്ക് ഇപ്പൊ കുട്ടിയോട് ചോദിച്ചിട്ടാണ്, വീട്ടുകാർ തീരുമാനിക്കാനൊന്നും പോയി. കുട്ടിയോട് ചോദിച്ചു, 10ാം ക്ലാസ്സിലാണ്, എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞു. ഹീലിയം ബലൂൺ, ഓ. 5000ന്റെ ബ്ലാക്ക് ഫോറസ്റ്റ്, ഓ. ഡ്രാക്കുളേന്റെ അങ്ങ് ചിത്രമുള്ള ടീഷർട്ട്, എല്ലാം സമ്മതിച്ചു. അവസാനം പറഞ്ഞു, അച്ഛനോടായിട്ടൊന്ന് പറയാനുണ്ട്. എന്താടാ, അമ്മ കേട്ടൂടെ? അച്ഛൻ പാച്ച. അച്ഛൻ കൂടെ ചെന്ന്, അച്ഛാ എൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് പൊട്ടിക്കണ്ടേ? വെരി ഗുഡ്. എന്ത്? നല്ല എന്നെ ഇങ്ങ് വാങ്ങിച്ചോളേന്ന്. സാധാ ഒന്നും പോരാ, നല്ല എന്നെ വാങ്ങിച്ചോളേന്ന്. ഇതാണ് അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടായത്. മോനോട് ചോദിച്ചു, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ അടുത്ത് അച്ചാച്ചൻ്റെ 41 പൊട്ടിക്കാം. ഇപ്പൊ 41 പൊട്ടിക്കലായി. എൻ്റെ അടുത്ത വീട്ടിൽ കൂടലിന് പൊട്ടിക്കാം. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് പൊട്ടിച്ചൂടാ? വെരി ഗുഡ്. കാരണം നമ്മളൊരു കുട്ടിയുടെ ഒരു വയസ്സുള്ള അല്ലെ ഗർഭിണിയായിട്ടുള്ള ഒരു അമ്മ, ഒരു പെൺകുട്ടി ഒരു കല്യാണ വീട്ടില്, ഒരു മരിച്ച വീട്ടില്, ഒരു വീട്ടിൽ കൂടലുള്ള വീട്ടിൽ പോകുമ്പോൾ ആ കുട്ടി, ഈ കൈ പിടിച്ചു പോകുന്ന കുട്ടി എന്താണ് കാണുന്നത്? അമ്പലത്തിൽ എല്ലായിടങ്ങളിലും എന്താ കുട്ടി കാണുന്നത്? മദ്യവും ഫോണും കണ്ടമാനം ചെറുപ്പക്കാരുടെ കളികളും. ഇത് ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ചിത്തത്തിൽ, ഉപബോധ മനസ്സിൽ അടിച്ചു കയറും. ഇതാണ് ജീവിതം എന്ന. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് മിഞ്ഞാന്ന് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. 1 വയസ്സാണ് ആ കുട്ടിക്ക്. ശരിക്കും നമ്മൾ പോകുമ്പോഴത്തേക്ക് പേടിച്ചു പോകും. ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് 4-5 ടൈപ്പ് കേക്കുകളും മിഠായികളും പാട്ടുകളും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ടുള്ള എമ്മാതിരി ഇതാണ്. അത് കഴിഞ്ഞിട്ട്
ഞാനും അമ്മയും വേഗം തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് പറ്റുന്ന ഭക്ഷണമൊന്നും അവിടെ ഇല്ല. പക്ഷെ പിന്നീട് വീഡിയോ കണ്ടത് മദ്യപിച്ച് ലക്ക് കെട്ട ചെറുപ്പക്കാരെയാണ് സ്റ്റാറ്റസ് ഇട്ട കണ്ടത്. പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥ ഇതാണ്. 2 മാസം മുമ്പ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകളെയും കൂട്ടി ഒരച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നു. ഇതിനൊക്കെയാണ് സഹായകമാകാനാണ് അമ്പലം. ആ കുട്ടി ഒരു പ്രത്യേക ഇത്രയുള്ള ട്രൗസറും ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഭാവത്തിലാണ്, ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അതേപോലെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അച്ഛൻ വല്ലാത്ത വിഷമത്തിൽ, അമ്മയും വിഷമത്തിൽ. എന്താണ്? അവിടെ നിന്ന് പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള വലിയൊരു സ്ട്രീറ്റിൽ, തെരുവിൽ, വലിയ VIP കോളനിയിൽ 1 മണിക്ക് ശേഷം മദ്യപിച്ച, മയക്കുമരുന്ന് കഴിച്ച്, ആണും പെണ്ണും കെട്ട രീതിയിൽ കുറെ പേർ നൃത്തം ചെയ്യുന്നു. എല്ലാവരുടെ ഉള്ളിലും ഡ്രഗ് ഉണ്ട്, മദ്യമുണ്ട്. അതിൽ അവരെ സ്വന്തം മോളെയും കാണാനിടയായി. ആ വരവാണ് നേരെ എൻ്റെ അടുത്തേക്ക് വന്നത്. കുട്ടിക്ക് ഒരു ഭാവമില്ല. അച്ഛനോട് ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് മദ്യപാനം നിർത്തിയത്? ആ അച്ഛൻ പറഞ്ഞു, ഞാൻ 2 കൊല്ലമായിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് കുടിച്ചുകൂടാ? ഇവിടെ ആണും പെണ്ണൊന്നും ഇല്ല. ഇപ്പോ ആ കുട്ടിയെ ഉണ്ടാക്കുന്നത് പോലും മദ്യത്തിൽ നിന്നാണ്. മദ്യം അവളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കുട്ടിയോട് ചോദിച്ചപ്പോ പറഞ്ഞു, ചേച്ചി എനിക്ക് അയാളെ കണ്ണെടുത്താ കണ്ടൂടാ, അയാളോടുള്ള പക വീട്ടലാണിത്, എന്നെ നശിപ്പിച്ചുകൊണ്ട്. അതേ എനിക്ക് ചെയ്യാൻ പറ്റും. ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മയെയും എൻ്റെ അനിയത്തെയും എന്നെയും ശിക്ഷിച്ച, പല രൂപത്തിൽ ദ്രോഹിച്ച വ്യക്തിയാണത്. എനിക്ക് സന്ദർഭം വന്നപ്പോൾ ഇവിടുന്നും ഉണ്ടായിരുന്നു. ബി കെയർഫുൾ. എന്താണോ അടിത്തറ, ആ തറയില്ലാതെ നാം കുട്ടികളെ കെട്ടിപ്പടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് ഊരി ഊരി പോകുന്നത് നാം അറിയില്ല. ഒരു ദിവസം എൻ്റെ കൂടെ വന്നാൽ മതി. പോലീസ് സ്റ്റേഷനിലാണ് അധിക ദിവസവും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ, പേരാമ്പ്രയിലുള്ള ഒരു ഏട്ടൻ എന്നെ വിളിച്ചു, വിശേഷിച്ച് ഞാനൊരു കുട്ടിയെ കൊണ്ടുവരാണ്, എറണാകുളത്ത് നിന്ന് വരികയാണ്, കോഴിക്കോടെത്തി. അവർ വീട്ടിലെത്തുമ്പം 9 മണി കഴിഞ്ഞു. ഒരു 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 ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള, ഷൂ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പെൺകുട്ടി, കറുത്തിട്ടാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അച്ഛൻ ഒരു പാവം പിടിച്ചച്ഛൻ പൊട്ടിക്കരയുന്നു. ഈ അയാൾ വിളിച്ചാളുടെ മകളെ ഞാൻ രക്ഷിച്ചതാണ്, ഇതുപോലെ ഒരു പ്രേമത്തിൽ പെട്ടിട്ട്. ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ കൈ പിടിച്ചപ്പോ എന്നോട് പറഞ്ഞു, അയ്യോ കൈ പിടിക്കല്ല എന്ന് പറഞ്ഞു. നോക്കുമ്പോ ഇവിടെ ഒരു പുകഞ്ഞ പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അവിടെ അവന്റെ ഫോട്ടോ, പേര് അടിച്ചു വെച്ചത്. അത് കരിച്ചിട്ട് വരിക. എവിടുന്നാ വരുന്നത്? ജയിലിൽ നിന്ന്. അവൻ ജയിലിൽ തന്നെയാണ്. ആദ്യം ഒരു പ്രേമം കഴിഞ്ഞു, കല്യാണം കഴിച്ചു. ഇതെല്ലാം 22 വയസ്സിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്. ഒരു കുട്ടിയുണ്ട് 2 വയസ്സുള്ള. ആ കുട്ടിയെ വിട്ടയച്ചിട്ട് വേറൊരു പയ്യന്റെ കൂടെ പോയി. അത് മുസ്ലിം പയ്യനായിരുന്നു. അവർക്കൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിന്റെ കൂടെയായിരുന്നു താമസം. അങ്ങനെ പോലീസ് പിടിച്ചു. പോലീസ് വലയത്തിലാണ് ആ വീട്. അപ്പൊ ഈ കുട്ടിയെ ജയിലിൽ നിന്ന് വിട്ടു. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോലീസ് സഹായത്തോടു കൂടി പോയി ഡ്രസ്സ് എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ സംസാരിച്ച് മാറുമോ എന്ന്. ഇതിനാണ് വന്നതെന്നറിഞ്ഞപ്പോൾ ഇവളുടെ മുഖം കാണണം. ദേഷ്യം പിടിച്ചിട്ട് അച്ഛനെ 4 ഇംഗ്ലീഷിലായതുകൊണ്ട് കുഴപ്പമില്ല, അമ്മാതിരി തെറി വിളിച്ചിട്ട് ആ കുട്ടി ഇറങ്ങി ഓടി. മുമ്പിൽ റെയിലാ, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഹൈവേ. പക്ഷെ റോഡിലേക്കാണ് പോയത്. നേരെ ഒറ്റയ്ക്ക് ഇവർ പോകുമ്പോഴേക്കും സ്റ്റാൻഡിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു അധ്യാപകനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹം SP സാറെ വിളിച്ച് പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പം ശ്രദ്ധിക്കുക, എന്താണോ ദിവസവും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, ആ മാതൃകകൾ അമ്മയുടെ, അച്ഛൻ്റെ രൂപത്തിൽ ഉണ്ടാകണം, അന്ധമായിട്ടല്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, നിവർന്നിരിക്കണം, വലതുവശം ചെരിഞ്ഞ് നിവർന്നിരുന്ന് നന്നായി പ്രാർത്ഥിക്കണം, ജപിക്കണം. ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നത് അമ്മയും അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെയാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി,
കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദം, പ്രഭാതേ കരദർശനം. എൻ്റെ കൈ കണ്ടുകൊണ്ടാണ് ഞാൻ ഉണരുന്നത്. കരത്തിന്റെ അഗ്രത്തിൽ ലക്ഷ്മിയുണ്ട്, ഐശ്വര്യം. എങ്ങനെ? വിദ്യയിലൂടെ. കരമധ്യേ സരസ്വതി, അറിവിൽ നിന്ന് ഐശ്വര്യത്തെ നേടണം, സമ്പത്തിനെ നേടണം. എന്നിട്ട് തന മന ധന, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ധനം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി സഹായം കൊടുത്ത് ജീവിക്കണം. കരമൂലേത് ഗോവിന്ദം, അതിന് വിഷ്ണു സഹായകമാകട്ടെ. പ്രഭാതേ കരദർശനം, അങ്ങനെയുള്ള എൻ്റെ കൈ കണ്ട് ഞാൻ ഉണരട്ടെ. പിന്നെയോ, കാലാദ്യം വെക്കരുത്. കാല് വെക്കുമ്പോൾ നമ്മുടെ ഊർജം, നമ്മൾ ഉണ്ടാക്കിയ ഊർജം പെട്ടെന്ന് മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് പോകും. ടൈൽസ് ഇട്ടാലും ഗ്രാനൈറ്റ് ഇട്ടാലും പോകും. അപ്പം ഒന്ന് കൈ വെക്കണം, തൊഴണം. അത് അമ്മയായി കണ്ട് ക്ഷമ ചോദിക്കണം. സമുദ്ര വസനേ ദേവി, പർവതസ്തന മണ്ഡലേ, വിഷ്ണുപത്നി നമസ്തുഭ്യം, പാദസ്പർശം ക്ഷമസ്വമേ. അമ്മേ, അമ്മയുടെ മാറിൽ ചവിട്ടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, ക്ഷമിച്ചാലും. എന്തൊരു സുഖാണ്. ഒരു ദിവസം നാം ക്ഷമ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും തെറ്റു ചെയ്താൽ അവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കില്ലേ? പിന്നെ ഒന്ന് കണ്ണാടിയൊക്കെ നോക്കുക. എന്തിനാ? കോലം കാണാനോ? അല്ല. ആദ്യം കൈ കണ്ടു, പിന്നെ മുഖം കണ്ടു. നമുക്കൊരു ഗുണമുണ്ട്. നല്ല ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാം എൻ്റെതാ. മോശം ദിവസമാണെങ്കിൽ ആദ്യം എന്താ പറയാ? ഓഫ്, ഇന്നാരിയാ കണി കണ്ട്. നല്ലൊക്കെ നമ്മളത്, മോശമൊക്കെ വേറെ ആൾ. എന്തൊരു കഷ്ട! അതെങ്ങനെയാണ് അങ്ങനെ വരിക? നല്ലത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ മോശവും നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ. അതിലേക്ക് ആദ്യം എത്തണം. കൈ കണ്ടു, പിന്നെ ഒന്ന് തൊട്ടു തൊഴുതു, പിന്നെ മുഖം കാണുന്നു. അതിരാവിലെ കുളിക്കണം. അതിരാവിലെ ദിവസവും ശരീരശുദ്ധി. കാരണം അരമണിക്കൂർ ഉറങ്ങിയാൽ മലമായും മൂത്രമായും പല രൂപത്തിൽ ഉച്ഛിഷ്ടങ്ങൾ പുറത്തേക്ക് വരും. അതിനെ കളയണം. അതിരാവിലെ കുളിക്കണം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മുടി കെട്ടണം, 8:30 എണീക്കുക. പിന്നെ എവിടെയാ തല കുളിക്കുക? തല വൈകുന്നേരം. എന്നിട്ട് എല്ലാം സമയമില്ലാത്ത സമയത്ത് ചെയ്യാം. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് അരമണിക്കൂറെങ്കിലും അവനവന് വേണ്ടി മാറ്റിവെക്കുക. മിനിമം ഒന്ന് പ്രാണായാമം, ഒന്ന് ശ്വാസം എടുക്കുക, വിടുക, പിടിക്കുക, പറ്റുമെങ്കിൽ ജപിക്കുക, അല്ലെങ്കിൽ നല്ല ചിന്ത കൊടുക്കുക. അമ്പലമുണ്ട്, അടുത്ത് പോവുക, കുറച്ച് സമയം അവിടെ ചെലവഴിക്കുക, ജപിച്ച് അവിടെ ഇരിക്കുക. ദേവി ദേവ ചൈതന്യം നമ്മളിലേക്ക് എടുക്കുക. ഒരു ദിവസം നന്നായി പ്രവർത്തിക്കുക. വേണ്ടാത്തത് കൊടുക്കുക. ഇങ്ങനെ അതാണ് ശീലം. ശരിയല്ലേ? ചിന്തകൾ വേണ്ടാത്ത കൊടുക്കുക. ഇന്ന് എനിക്ക് തലവേദനയാണ്, വൈകുന്നേരമായിട്ടും തലവേദന മാറുന്നില്ല. അടുത്ത വീട്ടിലാൾ വന്ന്, അല്ലൊരു എൻ്റെ തലവേദന മാറിയിട്ടില്ല. ഇല്ല, അതെന്താ 5 മാറാത്ത? അറിഞ്ഞൂടാ. നീ ഇന്ന് ഏരിയ പോയേ? അമ്പലത്തിന്റെ ഐഡിയല്ലേ? എനിക്കിന്ന് എത്രയാ? 3. അത് തന്നെയാ. ദേവി ഇങ്ങനെ ഇരിക്കുക. പിന്നെ പുതിയടുത്ത ലീല ഓക്കിന്ന് 3 ഐഡിയ പോയ. എന്നാ ദേവിക്ക് കൊടുക്കാം, ലീലക്ക് കൊടുക്കാം. പിന്നെ ആ ദേവി നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അതിനെ വഷളാക്കുകയാണ്. ദേവി ദേവ ചൈതന്യം അതിനുള്ളതല്ല. നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ നമ്മളെ സൃഷ്ടിച്ച അമ്മയാണ്, പിതാവാണ്, ദേവിയും ദേവനുമെല്ലാം. അങ്ങനെ നമുക്ക് എന്തും പറയാൻ സാധിക്കണം. ആ രീതിയിൽ ഒരു കൂട്ടാണ് ഭഗവാൻ അല്ലെങ്കിൽ ദേവി. നമ്മുടെ കൂട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ പുറത്തേക്കെടുക്കാനാണ് വ്രതവും മന്ത്രവും ജപവും യോഗയും ധ്യാനവും എല്ലാം. എന്നിലെ നന്മയെ, എന്നിലെ ദേവത്വത്തെ, എന്നിലെ ഈശ്വരനെ പുറത്തേക്കെടുക്കുക. അതിന് ശരീരസുഖം, മനസുഖം, വാക്ശുദ്ധി. വാക്കുകളെ ശ്രദ്ധിച്ചുപയോഗിക്കുക. 2 സമയത്തെ നാവ് പുറത്തെടുക്കാവൂ. കാരണം വാക്കുകൾ അഗ്നിക്ക് തുല്യമാണ്. അഗ്നി നന്നായി കത്തി പ്രകാശം കൊടുക്കും. പക്ഷെ ചെറിയൊരു കാറ്റ് വന്നാൽ ആളിക്കത്തും. നമുക്ക് എന്നെ അറിയാം ഏറ്റവും പ്രശ്നം ഇതാണെന്ന്. അവ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. 2 സമയത്തെ നാവ് പുറത്തെടുക്കാവൂ. ഒന്ന് നല്ലത് കിട്ടാനും, ഒന്ന് നല്ലത് കൊടുക്കാനും. വാക്ശുദ്ധി.
ശരീരശുദ്ധി, ദിവസവും രാത്രി നേരത്തെ കിടക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുറച്ച് പ്രാണായാമവും വ്യായാമവും ഒക്കെ പഠിക്കുക, കുറച്ചു നേരം വെറുതെ ഇരിക്കുക, മനസ്സ് ക്ലിയർ ആക്കുക. നന്മയിലൂടെ ജീവിതം ധന്യമാക്കണമെങ്കിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ നന്മയെ മാക്സിമം പുറത്തേക്ക് എടുക്കുക. നല്ല ചിന്തകൾ കൊടുക്കുക രാത്രി കിടക്കുമ്പോൾ. ആഹാരശുദ്ധി, 80% ചാരം, 20 അമ്ലം. എന്ത് ചെയ്യുക? 50-50 ആക്കുക. 50 വേവിക്കാത്തതും രാത്രിയെങ്കിലും കഴിയുന്നതും വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. പിന്നെയോ ആഹാരവും വ്യായാമവും വിശ്രമവും. ഇനി അല്പം ദിവസവും നമ്മളെ ഒന്ന് സ്നേഹിക്കുക. അതിനാണ് അമ്പലം, അതിനാണ് വ്രതം, അതിനാണ് ധ്യാനം എല്ലാം. പിന്നെയോ പ്രവർത്തികൾ, കർമ്മം. നമ്മൾ ഇവിടെ ഒന്ന് തൊടുക, എന്നിട്ട് ശരിയാണെങ്കിൽ അത് ചെയ്യുക. വേറെ ആരെയും തൃപ്തിപ്പെടുത്താനല്ല, നമ്മൾക്ക് തോന്നണം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്. അവിടെ കൈവച്ചിങ്ങനെ തൊഴുമ്പം ആ ചൈതന്യത്തെ ഇങ്ങോട്ട് എടുക്കണം. അതിനാണ് അല്പം ചെരിച്ച് കൈവച്ച അങ്ങനെയൊക്കെ തൊഴുന്നത്. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങളെ വഷളാക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇത് അങ്ങനെ ഇങ്ങനെ അത് മാറി നമ്മളൊന്ന് ഇഷ്ടപ്പെടുക. അങ്ങനെ 5 ശുദ്ധി ദിവസവും വരുത്തണം. ഏതൊക്കെയാ? ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. അതിനാണ് ഇതെല്ലാം. അല്ലാതെ കുറെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൂട്ടാനൊന്നുമല്ല. നന്നായി പോവുക, ജപിക്കുക, ഒച്ചത്തിൽ നാമജപം നടത്തുക, എല്ലാവരും ഒന്നിച്ചിരുന്ന് നന്നായിട്ട് ജപിക്കുക, ഭജൻസ് നല്ല എനർജറ്റിക് ആയിട്ട് പാടുക, ചൊല്ലുക, ഭജൻസ് പാടുക, വീട് നല്ല ഐശ്വര്യമായി സൂക്ഷിച്ചു വെക്കുക, ദിവസവും എല്ലാവരും ചേർന്ന് വീട് വൃത്തിയാക്കുക. ചില വീട്ടില് ആറിയിട്ടൊക്കെ എടുക്കും, കട്ടുമ കൊണ്ടിടും. ആരെങ്കിലും വരുന്ന കണ്ടാൽ അല്ലേ അപ്പാടെ ഒരു തുണീൻ്റെ അകത്താക്കിയിട്ട് കട്ടിൻ്റെ ചോട്ടില്. ആണുങ്ങള്, ചില വീട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ട്, അളമാരി തുറക്കും, അടീന്നൊരു വലിയാണ്, എല്ലാം കൂടി വീഴും. മിനിനെ വിളിക്കും, മിനി വരും. 10 കൊല്ലമായിട്ടൊരു വീട്ടിലെ സ്ഥിതിയാ. ഇതാണ് കുട്ടികൾ കാണുക. ചില വീട്ടിലെ ആണുങ്ങൾ ഈ സാധനം കൈകൊണ്ടും കൂടി തൊടൂല, ഇങ്ങനെ ഊരിയിട്ട് ഒരു ഏറാ കാലുകൊണ്ട് നേരെ ഫാനിൻ്റെ മുകളിൽ. പിന്നെ ഭാര്യ അമ്മയോ പോയി നോക്കണേ, ഇന്നലെ ഇട്ടിട്ടില്ലേ, കാണുന്നില്ല. ഡൈനിങ് ടേബിളുമ്പോൾ തന്നെ ഉണ്ടാവും മത്സ്യച്ചട്ടിയും ബുക്കും പിന്നെ ഡ്രസ്സും ഷഡ്ഡിയും എല്ലാം. ചിലവരുണ്ട് പുതപ്പൊക്കെ ഒരൊറ്റ ഇടല ഇങ്ങനെ കാലും വന്ന്, പിന്നെ രാത്രി അതേപോലെ എടുത്ത് വിരിക്കാലോ, പുതക്കാലോ. വീട്ട് ക്ഷേത്രം പോലെ പരിപാവനമായി വെക്കണം. ദിവസവും അടിക്കലും തൊട്ടക്കലും വൃത്തിയാക്കലും, നല്ല നീറ്റായിരിക്കണം വീട്. നാം ചെയ്യുന്ന സത്കർമ്മങ്ങൾ വീടിന്റെ ഐശ്വര്യം. നമ്മളെ വാക്കും പ്രവൃത്തിയും ഒക്കെ ശുദ്ധമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇനി ഇതൊന്നും നാളെ തന്നെ പോയി ചെയ്യണ്ട. അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നമ്പറേ ഇല്ല. ഒരിക്കൽ കുറ്റ്യാടി അമ്പലത്തിൽ പോയി പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് യോഗ ചെയ്യുമ്പോൾ ഒരു വിളി 4:30. ആണുങ്ങളാ? നിഷാറാണി ടീച്ചറാണോ? അതേ. ഇന്നലെ നിങ്ങൾ കുറ്റ്യാടി അമ്പലത്തിൽ വന്നോ? വന്ന്. എന്ത് പണിയാ ഇഷ്ടം കാണിച്ച്? എൻ്റെ ഭാര്യ മിംസിലാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ശീർഷാസനത്തിൽ. അയ്യോ താഴെ ഇറങ്ങും മനുഷ്യൻ, 5 മണിയുടെ ബസ് കയറ്റിട്ടാണ്. 5 മണിയുടെ ബസ്സിൽ നേരെ മിംസിലെത്തി. നോക്കുമ്പോൾ ശരി, അവരമ്മേൻ്റെ മൂക്കിൻ്റെ പാലം പോയി. ഇത്ര തടിയുണ്ട്, വെള്ളപ്പിൻ്റെ കിടക്കി. മൂപ്പര് എൻ്റെ ഇതെല്ലാം കേട്ട് പ്രഭാഷണമൊക്കെ കേട്ട് മന്ത്രമൊക്കെ എഴുതിയെടുത്തിന്. നന്നായി. 3 മണിക്ക് എണീറ്റ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ മൂപ്പരാടെ ബുക്കെടുത്ത് അടുത്ത് വെച്ച് ചമ്രം പടിഞ്ഞിരുന്നു. ഉണ്ടായിരേ ഇരുന്നിട്ടില്ല, ചമ്രം പടിഞ്ഞിട്ട് ഇരുന്നിട്ട് ചൊല്ലി. ആദ്യം ഞാൻ എന്ത് പറഞ്ഞിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി ചൊല്ലി. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് കാലാദ്യ ബക്കർത് എന്ന്. മൂപ്പരെന്താക്കി? കൈകുത്തണ്ടേ, ആദ്യമായിട്ട് ചമ്രം പടിഞ്ഞ ഒന്ന് ഏന്തിയതാ, പിടിവിട്ടുപോയി. നേരെ മൂക്കും കുത്തി താഴെ മൂക്കിൻ്റെ പാലം പോയി. പിന്നെ മിംസ് പോയി കണ്ട് ഏകദേശം സമാധാനത്തിലാക്കി. ഒരു ദിവസം ഒരു സ്കൂളിൽ പോയിട്ട്
അമ്മമാർക്ക് ക്ലാസ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, വേണ്ടാത്ത പണിയാ, ചോദിച്ചു, ചേച്ചിയുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ്? ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. ഞാൻ വരുമ്പോൾ മൂപ്പരുണ്ടാവില്ല, മൂപ്പര് വരുമ്പോൾ ഞാൻ പോകും. രണ്ടാളുള്ള സമയം കുറവാണ്. ഇപ്പം ഇനി എത്തുമ്പോൾ തേടി അടി കൂടുക. പിന്നെ അദ്ദേഹം 3:30 എണീക്കും, ഞാൻ 4 മണിക്ക് എണീക്കുള്ളൂ. അപ്പം ഞാനെന്ത് ചെയ്യും, 3:30 അദ്ദേഹം എണീക്കുമ്പോൾ തന്നെ കാലാടെ പിടിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്നെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഒരു തോന്നല, ഈശ്വര ഇതല്ലേ രാവിലെ പിടിച്ചതെന്ന്, പിന്നെ മിണ്ടാണ്ടിക്കുന്നു. ഒരമ്മ എന്ത് ചെയ്തു, അവർ 5:30 എണീക്കും, ഭർത്താവ് 6:30 എണീക്കും. മൂപ്പർ അലാളം വെച്ച് എണീറ്റിട്ട് ഒരൊറ്റ പിടുത്തം കാല് കുമ്പിട്ടിട്ട്, ഏട്ടാ എന്നെ രക്ഷിക്കണം. ഇയാൾ ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ ഒന്നിൻ്റെ കുമ്പിട്ട് കിടക്കുന്നു. എന്തോ വന്നതാന്ന് വിചാരിച്ചു, ശ്വാസം മുട്ടലാന്ന്, രമേന്ന് വിളിച്ച്, പിന്നെ ശ്വാസം ഹാർട്ട് അറ്റാക്ക്. അതുകൊണ്ട് ഇന്നൊന്നും ആരും, ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് രാത്രി കുട്ടികളോട് ഇന്നിനി ഒന്നും തരില്ല കേട്ടോ, കേട്ടില്ലേ എന്നൊന്നും പറയരുത്. പതുക്കെ പതുക്കെ ശീലമാക്കുക, സ്വഭാവമാക്കുക, ദിനചര്യ മാറ്റുക, ശരീരസുഖം വരുത്തുക. ദയവ് ചെയ്ത് രോഗങ്ങളും അസുഖങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ളവരോട് കൂടുതൽ പങ്കുവെക്കാതിരിക്കുക. നന്നായി ഫോണിലൊക്കെ സംസാരിക്കാൻ പഠിക്കുക. പലരുണ്ട് അല്ലേ, സദാനന്ദൻ. എന്താ സദാനന്ദൻ എന്ന് പറഞ്ഞാൽ സദാ ആനന്ദത്തോട് കൂടിയവൻ. സദാനന്ദേട്ടാ എന്താ ഉണ്ടാരെ ചിരിക്കാത്താക്ക് സ്മിത, സുസ്മിത എന്നൊക്കെ ഉണ്ട്. ചിലവരെ ഫോൺ അറിയാണ്ട് കോള് പോയാലുണ്ട് ഒരു ചോദ്യം, ആര്? സ്മിതയാ? ഏത്? പിന്നെ നമ്മൾ ഈ ജമ്മം വിളിക്കൂല, ഹലോ. ഒന്ന് നമ്മൾ ഈ ഒരു സുഖകരമായിട്ട് സംസാരിക്കാൻ പരിശീലിക്കുക. അതിന് നാവിൽ മന്ത്രങ്ങൾ വേണം, നാവിൽ ജപം വേണം, നല്ല പാട്ടുകൾ കേൾക്കണം. ഇപ്പം അമ്പലങ്ങളിലൊക്കെ ഗംഭീര. കുറച്ച് ദിവസം മുമ്പേ വയനാട്ടിൽ മേപ്പാടി ഒരു അമ്പലത്തിൽ പോയി. രാത്രി 7 മണിക്കാണ് പ്രഭാഷണം. ഞാൻ 5 മണിക്ക് എത്തി. ആദിവാസി മേഖലയാണ് മേപ്പാടി, ദുർഗാക്ഷേത്രം. പ്രഭാഷണത്തിന് ആരുമില്ല. പിന്നെ എൻ്റെ ഭാഷ കേട്ടിട്ട് അവരെക്കാൾ കഷ്ടമുള്ള ഭാഷ ഏതാണെന്ന് കേട്ടിട്ട് കുറേ ആൾ വന്നു. പ്രഭാഷണം കഴിഞ്ഞു. പിന്നീട് 10 മണിക്ക് ഗാനമേള. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നൊരു പാട്ട്, കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. എല്ലാവരും ഭക്തിയിലായി. രണ്ടാമതൊരു ചെറുപ്പക്കാരൻ വന്നൊരൊറ്റ ചാട്ടം എൻ്റെ മുമ്പിലേക്ക്. എന്നിട്ടൊരു പാട്ട്, ഐ ആം എ ഡിസ്കോ ഡാൻസർ, അമ്പലത്തിൽ. പിന്നെ 3 മണിക്കൂർ പാടിയ പാട്ട് പാടിയോൽക്കും അറിഞ്ഞൂടാ, കേട്ടോൽക്കും അറിഞ്ഞൂടാ. ഡാഡി മമ്മി വീട്ടിലില്ല, വാ പോരി. ഒരു പാട്ടാണ്. അതിൻ്റെ അർത്ഥം അതാണ്, അച്ഛനമ്മയും വീട്ടിലില്ല, വാ പോരി, വന്നാൽ കാണാൻ. അവസാനം സഹികെട്ട് അടുത്ത വീട്ടിലാണ് കിടക്കേണ്ടത്, കിടന്നു. 5 മണിക്ക് ബസ് തിരിച്ച് കാറിൽ കൊണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസം അവിടെ ഒരു നാരായണേട്ടനുണ്ട്. നാരായണേട്ടനോട് ഞാൻ പറഞ്ഞു, നാരായണേട്ടാ ഒന്ന് പ്രശ്നം വെച്ച് നോക്കണേ. നാരായണേട്ടൻ ചോദിച്ചു, എന്താ നിശ്ചയിച്ച്, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ചിലപ്പം ദേവി സ്റ്റേറ്റ് തന്നെ വിട്ടിട്ടുണ്ടാവും, വേഗം പോയാൽ കൂട്ടിക്കൊണ്ടുവരാം. എൻ്റെ വീടിനടുത്ത് പയ്യോളിയിലൊരു ക്ഷേത്രമുണ്ട്, പെരുമാൾപുരം ശിവക്ഷേത്രം. അവിടെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു പരിപാടി വെച്ചു, ജ്ഞാനോത്സവം. ഉദ്ഘാടനം വിവേകാമൃത ചൈതന്യ സ്വാമികൾ 10 മണിക്ക്. 11 മണിക്ക് ഞാനാണ്. സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാൻ ഞാനൊക്കെ നേരത്തെ എത്തി. നോക്കുമ്പോൾ വലിയ പന്തലൊക്കെ ഉണ്ട്, കസേരയുണ്ട്, ആളില്ല. സംഘാടകർക്കിനെ പിടിച്ചിരുത്തുക, വാ പോരി വാ പോരി എന്ന് പറഞ്ഞു. 11 മണിക്ക് ഞാനായി, അതേപോലെ തന്നെ ആളില്ല. കുറച്ച് സംസാരിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ വാട്ടാൻ കെട്ടിയിട്ട് ആൾക്കാർ എന്നെ നോക്കി പഠിപ്പിക്കുന്നു. കണ്ടപ്പം പിടിച്ചില്ല ഇതുപോലെ. നോക്കുമ്പോൾ എന്താ, അന്നദാനം. വീട്ടിലുള്ള എല്ലാത്തിനെയും കൂട്ടി വന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് നിർത്തിക്കോ എന്നുള്ള ഭാവത്തിൽ. ഞാൻ വിചാരിച്ചു, ഈശ്വര സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാൻ ആളില്ല, അന്നദാനത്തിന് ഇതെന്താ ജനം. ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ഞാൻ ചോദിച്ചു, ഓ ഇന്നിവിടെ അന്നദാനം ഉണ്ടില്ലേ, വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നദാനം കഴിക്കുന്നവർ ചുരുങ്ങിയത് 250 ഉറുപ്പിയെങ്കിലും ഭണ്ണാരത്തിൽ ഇടണമെന്ന് ഗീതയെ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഗീതയെ പറഞ്ഞിട്ടില്ല, ആരും തൊടൂല. അത് കേട്ടവരെ കസേര ഫുള്ളായി. സ്വാമിജി വന്ന് അനുഗ്രഹിച്ചു, മിടുക്കി. എല്ലാത്തിനെയും 2 മണി വരെ ഇരുത്തി. അവസാനം ഒരു ചോദ്യം, ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് എന്തെങ്കിലും ആക്കി മാറ്റണം. സ്വഭാവമേന്മ, സ്വരൂപം, ഇതൊന്നും വേണമെന്നില്ല. യഥാ രാജ തഥാ പ്രജ. എങ്ങനെയാണോ നാം, അതുപോലെ ഇരിക്കും നമ്മുടെ കുട്ടികൾ. ഗീതയെക്കുറിച്ചോ അല്ലെങ്കിൽ രാമനെ എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ കുട്ടികളെ
തറകെട്ടി വളർത്തുക, തറകെട്ടിയിട്ട് ചുമരിലേക്ക് കൊണ്ടുപോകുക. ഇതായിരിക്കണം വേണ്ടത്. നന്മയിലൂടെ, നല്ല കാര്യങ്ങൾ അമ്മയിലൂടെ, അച്ഛനിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ കാണണം. അസ്വസ്ഥതയല്ല കാണേണ്ടത്, മനസ്സിൻ്റെ തെളിച്ച മുഖത്തിൻ്റെ വെളിച്ചം. അതിന് നന്മ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ജപത്തിലൂടെ, നല്ല പാട്ടിലൂടെ, നല്ല പ്രവൃത്തിയിലൂടെ നമ്മുടെ കുട്ടികളെ നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നല്ല കാഴ്ചകളും കാഴ്ചപ്പാടുകളും നല്ല മനോഭാവവും കൊടുക്കണം. ആ രീതിയിൽ നന്മയിലൂടെ ജീവിതം ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. വന്ദേ മാതരം.